ശരീരത്തിൽ പഞ്ചസാരയുടെ അളവിൽ വ്യതിയാനം വരുമ്പോഴാണ് നാം പ്രമേഹം എന്ന രോഗത്തെ തിരിച്ചറിയുന്നത്. അപ്പോഴാണ് സാധാരണ പറയാറുള്ള ഷുഗർ കംപ്ലയിൻറ്റ് തുടങ്ങി എന്ന് തന്നെ നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത്. നെല്ലിക്ക കൊണ്ടുള്ള ചില ചെറിയ ചെറിയ പൊടിക്കൈകളുണ്ട് ഈ രോഗത്തെ നിയന്ത്രിക്കാൻ കഴിയും. ദിനചര്യയോട് ചേർന്ന് ചെയ്യാൻ പറ്റുന്ന വളരെ ലളിതമായ ചില ചികിത്സകളുണ്ട് നെല്ലിക്ക കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. അത് കണ്ടെത്തിയവരുണ്ട്, അതിൻ്റെ ഗുണം പരീക്ഷിച്ചറിഞ്ഞവരുമുണ്ട്. സാറിപ്പോൾ നെല്ലിക്ക വാങ്ങിയതല്ലോ, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് വാങ്ങിയത്? അച്ചാറുണ്ടാക്കാനോ അല്ല വേറെ? അല്ലല്ല, സാധാരണയായിട്ട് ഞാൻ നെല്ലിക്ക മേടിക്കാറെന്ന് വെച്ചാൽ ഞാൻ ഷുഗർ കംപ്ലൈൻറ്റുള്ള രോഗിയാണ്. അപ്പോൾ പലതരത്തിലുള്ള ഗുളികകൾ ഡയബറ്റീസിന് കഴിക്കേണ്ടി. എന്നിരുന്നാലും ഈ നെല്ലിക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 നെല്ലിക്ക എടുത്തിട്ട് കാലത്ത് വെറും വയറ്റിൽ ഈ നമ്മുടെ മിക്സിയിലിട്ടിട്ട് വെള്ളം ഒഴിക്കാണ്ട് സനിച്ചെത്തിയിട്ട് അതിൻ്റെ നീരെടുക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പച്ചമഞ്ഞളുണ്ട്. ഈ പച്ചമഞ്ഞൾ ഒരു അരഞ്ച് നീളത്തിൽ മുറിച്ച് അതിൻ്റെ ഉള്ളിടും. എന്നിട്ട് വെള്ളം ഒഴിക്കാണ്ട് മിക്സിയിലിട്ട് അടിക്കും. അടിച്ച് അതിൻ്റെ ഫ്രഷ് ജ്യൂസ് എടുത്തിട്ട് മാറ്റി വയ്ക്കും ഫസ്റ്റ് നീരായിട്ട്. രണ്ടാമത് സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് ഇത് ഒന്നും കൂടി മിക്സിയിലിട്ട് അടിച്ച് രണ്ടാം പാൽ, നമ്മൾ തേങ്ങാപ്പാലിൻ്റെ പോലെ രണ്ടാം പാലായിട്ട് മാറ്റി വയ്ക്കും. ആദ്യത്തെ ഇത് അടിച്ച് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഈ നെല്ലിക്കര എടുത്തുണ്ടല്ലോ അത് എടുത്ത് കഴിക്കും. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം കണ്ടമാനം ഷുഗറുള്ള ആൾക്കാർക്ക് എങ്ങനെ പോലും ഒരാഴ്ച കഴിഞ്ഞാൽ ഷുഗർ കുറഞ്ഞുകൊണ്ടിരിക്കും. കാല് മുറിച്ച് കളയേണ്ട ഗതികേട് വന്നൊരു രോഗി ആണ് ഞാൻ ഉണ്ടായത്. ഒരു ദിവസം ആസ്പത്രി പോയിട്ട് നോക്കിയപ്പോൾ ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ഈ നെല്ലിക്കര നീര് കഴിക്കുന്നുണ്ട്. അയാളെ കാല് മുറിച്ച് കളയേണ്ട ഒരു ഗതികേടുണ്ടായി. അപ്പോൾ ഇയാളിങ്ങനെ ദിവസത്തിലൊരു 4 വട്ടം ഈ നെല്ലിക്ക ഒരു നീര് ഈ മഞ്ഞൾ കൂട്ടി കഴിച്ചു. കാല് മുറിക്കാണ്ട് രക്ഷപ്പെട്ടു. അതിനുശേഷം ഞാൻ ഈ നെല്ലിക്ക ഒരു നീര് എല്ലാ ദിവസവും കഴിക്കും. നെല്ലിക്ക രസായന വർഗത്തിൽപ്പെട്ടതാണ്. ക്ഷാരരസം മാത്രം അതിലില്ലാത്തത് കൊണ്ട് വാതപിത്ത കഫങ്ങളെ പൂർണ്ണമായും ശമിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ഔഷധമാണ് നെല്ലിക്ക. ഈ എക്സിമ പോലുള്ളതായ രോഗങ്ങൾ, എക്സിമ, സോറിയാസിസ് മുതലായ സാധനങ്ങൾക്ക് അത് തലയിൽ അരച്ചിട്ട് ഇതാക്കി കഞ്ഞിവെള്ളത്തിലിട്ട് അരച്ച് തേച്ച് തലയിൽ ഇട്ട് അന്ന് ചെയ്ത പോലെ ആ തളം വയ്ക്കുക എന്ന് പറയുന്നുണ്ടല്ലോ, ആ ആകൃതിയിൽ ചെയ്തിട്ട് അതിനെ ഇല്ലാതാക്കാൻ സാധിക്കുന്നതാണ് ഈ നെല്ലിക്ക കൊണ്ട്. പിന്നെ പലതരത്തിലുള്ളതായ രസായനമാവുകൊണ്ട് പലതരത്തിലുള്ളതായ ഉപയോഗങ്ങളും അതുകൊണ്ട് കിട്ടും. ഒന്ന് മാത്രമല്ല, ഒരു രോഗത്തിന് മാത്രമല്ല, പലതരത്തിലുള്ളതായ ഏത് രോഗങ്ങൾക്കും അതിനെ ചികിത്സിക്കാൻ സാധിക്കും. ഏത് ധാതുക്കളാണോ ചുരുങ്ങിയിട്ടുള്ളത്, ലാഭോപായോഹി ശസ്താനം രസാധീനം രസായനം. രസായന ശബ്ദത്തിൻ്റെ അർത്ഥം അതാണ്. ഏത് ധാതുക്കൾ ദേഹത്തിൽ കുറഞ്ഞിട്ടുണ്ടോ ആ ധാതുക്കളെ വർദ്ധിപ്പിക്കും. അതുപോലെ ഏതൊരു ധാതു ചുരുങ്ങിയിട്ടുണ്ടോ അതിനെ വർദ്ധിപ്പിക്കാം, ഏതൊന്നിനെ അധികമായിട്ടുണ്ടോ അതിനെ ചുരുക്കാൻ സാധിക്കും. നെല്ലിക്ക ഔഷധയുക്തമായിട്ട് അനേകം യോഗങ്ങളിൽ ഉപയോഗിക്കുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന വിധത്തിൽ വളരെ ചെറുതായിട്ടുള്ള രോഗങ്ങളിൽ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു പ്രതിവിധിയായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. ഇപ്പോൾ നെല്ലിയുടെ തന്നെ തൊലി, വൃക്ഷത്തിൻ്റെ തൊലി പച്ചയായിട്ട് ചതച്ചെടുത്ത് ആ നീരും തേനും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നത് ദീർഘകാലാനുബന്ധിയായിട്ട് സ്ത്രീകളിൽ കാണപ്പെടുന്ന അസ്ഥിസ്രാവത്തിന് വളരെയധികം ഫലപ്രദമായിട്ടുള്ള ഒരു മരുന്നാവുന്നു. ഇവിടെ അതിൻ്റെ ആ ബന്ധന ഗുണമാണ് ഈ രോഗത്തെ നിർത്തുന്നത്. അതുപോലെ ശീതവീര്യവും മധുരരസവും ഒക്കെ ആയതുകൊണ്ട് അതിന് സ്തംഭനമായിട്ടുള്ള ഒരു കർമ്മത്തെ ചെയ്യുകയും ഈ അസ്ഥിസ്രാവത്തിന് വളരെ ഫലപ്രദമായിരിക്കുകയും ചെയ്യുന്നു. ഇനി നെല്ലിയുടെ ആ പൂവ് എടുത്ത് ചതച്ച് വെള്ളത്തിലിട്ട് വെച്ച് ശീതകഷായമായിട്ട് ഉപയോഗിച്ചാൽ ദീർഘകാലം ഉള്ള അർശരോഗികളിൽ വളരെ ഫലപ്രദമാണ്. ഇവിടെയെല്ലാം ആ ഔഷധത്തിൻ്റെ തൊക്കിനും പൂവിനും എല്ലാമുള്ള ആ ശീതവീര്യവും അതുപോലെ തന്നെ ബന്ധന ഗുണവുമാണ് ഇവിടെ കർമ്മം ചെയ്യുന്നത്. നെല്ലിയുടെ തൊലി ചെത്തിയെടുക്കുമ്പോൾ കിട്ടുന്ന പശ പുരട്ടുന്നതുകൊണ്ട് ദുഷ്ടവ്രണങ്ങളിൽ വളരെ നാറ്റമുളവാക്കുകയും അനേകകാലം പൊറുക്കാതിരിക്കുന്ന വിധത്തിലുള്ള ആ വ്രണങ്ങൾ പുരട്ടുന്നതുകൊണ്ട് വളരെയധികം ഫലസിദ്ധി ലഭിക്കുന്ന ഒരു ഔഷധ പ്രയോഗമാണ്. ഇനി ഈ നെല്ലിക്ക നമ്മൾ പൊട്ടിച്ചെടുത്തിട്ട് കിട്ടുന്ന ആ കുരുവിൽ നിന്ന് കിട്ടുന്ന ചിറം കൺപോളകളിൽ നീർവീക്കം ഉണ്ടാകുമ്പോൾ കൺപോളകൾ വീർത്തു വരുന്ന അവസ്ഥയിലൊക്കെ
ആ കൺപോളകൾ പുരട്ടുന്നത് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ഔഷധ പ്രയോഗം തന്നെ.